നിലമ്പൂരിൽ ജനവാസ മേഖലയ്ക്കരികെ കാട്ടാന. ചാലിയാർ പുഴയുടെ തീരത്ത് നിലമ്പൂർ കോവിലകത്ത് മുറിയിലാണ് കാട്ടാനയെ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആനയെ കാട് കയറ്റിയത്. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ്, ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? എങ്ങനെയാണ് ആനയെ കാട് കയറ്റിയത്? കീർത്തന ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. അതിനു മുൻപ് തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ഈ ആനയെ ബഹളം വെച്ച് കാട് കയറ്റുകയായിരുന്നു. ചാലിയാർ പുഴയുടെ തീരത്ത് നിലമ്പൂർ കോവിലകത്ത് മുറിയിലാണ് ഈ കാട്ടാന വന്നിട്ടുണ്ടായിരുന്നത്. ഈ പുഴ കടന്ന് ഇവിടേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ ഏറെ നേരം ഈ ആനയെ കാട് കയറ്റാനുള്ള ശ്രമം നടത്തി. ശബ്ദം വെച്ചും പടക്കം പൊട്ടിച്ചുമൊക്കെ ഇത്തരത്തിൽ കാട് കയറ്റാനുള്ള ശ്രമം നടത്തി. പക്ഷെ അത് പരാജയപ്പെട്ടു. ഉടൻ തന്നെ നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് എത്തി ഏകദേശം അരമണിക്കൂർ സമയം ഇതിനായി ചെലവഴിച്ചു. തുടർന്നാണ് ആന ഇവിടെ നിന്നും പോയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ ആന വന്നിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ സോളാർ വൈദ്യുതി തൂക്കുവേലിയൊക്കെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 100 കണക്കിന് കുടുംബങ്ങളാണ് ഈ മേഖലയിൽ താമസിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഏറെ ഭീതിയോടെയാണ് കഴിയുന്നത്. ഏത് നിമിഷവും കാട്ടാന ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഇവർ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആശ്വാസകരമാണ്. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആനയെ കാട് കയറ്റാൻ വനംവകുപ്പിനും നാട്ടുകാർക്കും സാധിച്ചു. ശരി, നിലമ്പൂരിൽ ജനവാസ മേഖലയ്ക്ക് അരികെ എത്തുന്നതിന് മുമ്പ് തന്നെ കാട്ടാനയെ കാട് കയറ്റാൻ ഉദ്യോഗസ്ഥർക്കെത്തി. നാട്ടുകാരുടെ ഇടപെടലാണ് ഇതിനെ സഹായിച്ചത്. ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.